എടാ ഞാൻ ഇത്രയും നേരം പറയുന്നത് നിനക്ക് മനസ്സിലായില്ലേ? ഇനി ഈ കാര്യം പറഞ്ഞുകൊണ്ട് വിളിക്കരുത് കേട്ടല്ല. പറഞ്ഞ പോലെ അങ്ങ് ചെയ്താൽ മതി. സൈലന്റ് ആക്കി വെക്കണം ഫോൺ. ഒരു കാര്യം പറഞ്ഞ് എത്ര പേരാണ് വിളിക്കുന്നത് ദിവസം? ഞാൻ കംപ്ലീറ്റ് ചെയ്ത ഫയൽ സാറിന് മെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതും കൂടെ ഒന്ന് ചെക്ക് ചെയ്തോ? മെയിൽ ഞാൻ കണ്ടായിരുന്നു. ഓക്കെ. അമ്മച്ചിക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. 2 ദിവസം കഴിയുമ്പോൾ ഡിസ്ചാർജ് ആവും. കണ്ണെങ്ങനെയുണ്ട്? സാർ അത് പിന്നെ പെട്ടെന്നൊരു കള്ളത്തരം പറയാൻ കിട്ടാത്തോണ്ട് പറഞ്ഞതാ. അത് പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും മനസ്സിലായി. പിന്നെ കുറെ നാളുണ്ട് ഈ കള്ളത്തരം കേൾക്കില്ലേ, അതുകൊണ്ട് നിലവാരം എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചത്. അല്ല, സാർ വിചാരിക്കുന്ന പോലെ അല്ല. ഞങ്ങൾ ഈ കാര്യം സാറിന്റെ അടുത്ത് പറയാനായിട്ട് പല പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട്. സാറിന് അന്ന് എന്റെ വീട്ടിൽ എന്നെ പെണ്ണ് കാണാൻ വന്നില്ലേ, അത് ഞാൻ ആക്ച്വലി ടോമിന്റെ കാര്യം പറയാനായിട്ട് നമ്മൾ ആ പാറയുടെ മുകളിൽ പോയത്. പക്ഷെ അന്ന് സാറ് സ്ലിപ്പായി കുഴി വീണത് കൊണ്ട് പറയാൻ പറ്റില്ല. അപ്പോഴും പറയാറുണ്ടല്ലോ. കുഴി വീണ് കിടക്കുന്ന സാറിന്റെ മുഖത്ത് നോക്കി ഞാൻ എങ്ങനെയാ ഇതൊക്കെ പറയാ? അതിനുശേഷം പറഞ്ഞുകൂടായിരുന്ന? അതിനുശേഷം കുറെ പ്രാവശ്യം ട്രൈ ചെയ്തതാ. പക്ഷെ പിന്നീടൊക്കെ അങ്ങ് പേടിയായി. ഒന്നാമത്തെ കാര്യം ജോലി പോകുന്നുള്ളതായിരുന്നു. ഞങ്ങളുടെ ഒരു ഫോട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെയെങ്കിലും പറഞ്ഞ് വിശ്വസിപ്പിക്കാം. അപ്പൊ അത് സാറ് ആണെന്ന് പറഞ്ഞു. അപ്പോഴത്തെ ആ ഒരു അവസ്ഥയില് ഇതുപോലെ കണ്ടുകൊണ്ടിരുന്ന ഒരാളിനെ പറ്റി ആരെങ്കിലും എന്ത് പറഞ്ഞാലും വിശ്വസിക്കുമാരെങ്കിലും അല്ലേ? അതൊക്കെ വെറുതെ ആയിരുന്നു. പോട്ടെ, എല്ലാം കഴിഞ്ഞില്ലേ, സാരമില്ല. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഇതൊരു റിക്വസ്റ്റ് ആണ്. പറഞ്ഞു. സാർ ഇങ്ങനെ വെറുതെ നിക്കില്ലേ? പിന്നെ ട്രാൻസ്ഫർ ആയി പോണോ? അയ്യോ, അതല്ല. സാർ ഒരു കല്യാണം കഴിക്കണം. അയ്യോ, നാളെ മതിയോ? സാർ ഞാൻ കാര്യമായിട്ട് പറഞ്ഞാ. ആണോ? നീ മറ്റേ ബ്രേക്കപ്പിന്റെ പരിപാടിയില്ലേ നടക്കുമ്പോഴത്തേക്കും പെമ്പിള്ളേർ സ്ഥിരം ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ആ ഒരു പാറ്റേൺ പോലെ തോന്നുന്നു. അതാണോ ഉദ്ദേശം? ഞാൻ കാര്യമായിട്ട് പറഞ്ഞാ. ഇങ്ങനെ കാണുമ്പോ എവിടെയോ ഒരു വിഷമം. പിന്നെ മറ്റേ ക്ലീഷേ ഡയലോഗ് കൂടെ പറയാത്തത് ഏത്? സാറിന് എന്നെക്കാൾ നല്ല പെണ്ണിനെ കിട്ടുമെന്ന്. അതെന്തായാലും ഞാൻ പറയത്തില്ല. അത് എന്നെക്കാളും നല്ലൊരു പെൺകുട്ടിയെ സാറിന് കിട്ടുമെന്നും. ശരിയാ. എന്തായാലും തന്നെക്കാൾ നല്ല പെൺകുട്ടിയെ കിട്ടത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ സാർ ഇങ്ങനെ നിന്ന് മൂത്ത് നരക്കത്തേ ഉള്ളൂ. കാണാം. താങ്ക് ഗോഡ്, എനിക്ക് ഇപ്പോഴൊരു ആശ്വാസമായത്. സാറിനെ ഇന്ന് ചിരിച്ചു കണ്ടല്ലോ. ഇതുവരെ ഉള്ളിൽ എന്തൊക്കെയോ ടെൻഷനായിരുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ? ഇനിയും പറഞ്ഞോ. നമുക്ക് ഫ്രണ്ട്സ് ആയിട്ടിരിക്കാം. അതിന്റെ ആവശ്യമുണ്ടോ? കാരണം സാറിനെ പോലെ നല്ലൊരു വ്യക്തിനെ ഞാൻ നന്നായിട്ട് മിസ് ചെയ്യും. ഫ്രണ്ടായിട്ടിരുന്ന പിന്നെ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. എന്തും പറയാലോ അല്ലേ? സോ ഫ്രണ്ട്സ്. അങ്ങോട്ട് വരാമോ? നല്ല കാഴ്ചയാണല്ലോ. നമ്മൾ ഈ ഒന്ന് വിട്ട കണക്ഷൻസ് ഒക്കെ പിന്നെയും മെയിൻറ്റെയിൻ ചെയ്യണം, നല്ലതാ. പക്ഷെ നാട്ടില് അത് പല രീതിയിൽ വ്യാഖ്യാനിക്കും. സാർ ബിസി ആണല്ലോ ഇവിടെ. ശ്രീൻ സാർ ഒരുപാട് തവണ സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? അപ്പൊ എന്നെ സാറ് വിളിച്ച് പറഞ്ഞു ഒന്ന് പറയാൻ വേണ്ടി. ഒരു ഇമ്പോർട്ടന്റ് ന്യൂസ് ഉണ്ട്. അതായത് നമ്മുടെ പ്രോജക്റ്റിലെ ഒരാൾ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്, ക്രിസ്റ്റീന. ആണോ? എപ്പോ? അടുത്ത് തന്നെയാന്നാ പറഞ്ഞത്. ഓൾറെഡി നമ്മൾ പ്രോജക്റ്റ് തുടങ്ങിയല്ലോ, അത് പറയാൻ വേണ്ടിയാ വന്നത്.